പ്രിയമുള്ളവരെ, ഞാൻ വളരെ തിരക്കുകൾക്കിടയിലാണ് ഒരു സബക്കും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എന്റെ ഒരു വിജയവും നിങ്ങളെ വിജയവുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് അതിൽ തെറ്റുകുറ്റം തിരുത്തി തരണം. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ഞാൻ വലിയൊരു ആര്യമൊന്നുമല്ല. ഉലമാക്കൾ ഇതിലുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും പ്രേരണയും ആഗ്രഹവും അനുസരിച്ചുകൊണ്ട് കിതാബ് ഞാൻ എടുക്കുന്നത്. ഒരു ലേവലേശം ഞാൻ ഒന്നും ലാഭം മോഹിച്ചിട്ടില്ല. നിങ്ങൾ തെരും വല്ലോ ഹദിയ തേടി സ്വീകരിക്കുക എന്നല്ലാതെ ഇതൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥന മാത്രമാണ്. ഖബറിലും നാളെ പാരത്രിക ലോകത്തും റസൂലുള്ളാഹി മുന്നിലും ഈ ഇൽമു ഉപകരിക്കണം. അതിനായിരിക്കണം നമ്മുടെ ഈ ഫലം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, വെറുതെ ആക്കരുത്. ഇതെന്റെ സൗണ്ടാക്കി കേട്ടിട്ട് അവഗണിക്കരുത്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. വ്യക്തി ആരായിക്കോട്ടെ, സൗണ്ട് ചിലപ്പോൾ മെച്ചമായിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറക്കുകയാണ്. ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, ഭാരതന്മാരായ സൂഫിയാക്കളുടെയും അള്ളാന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കളുടെയും സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് അദ്മുൽ ഗഫലത്തി അൻ മുഹാറബത്തി ഇബ്ലീസ, ജന്മശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹിയുമായുള്ള സമരയുദ്ധം. അതിനെ തൊട്ട് ഇവരാരും അശ്രദ്ധവാന്മാരല്ല, എപ്പോഴും ശ്രദ്ധയുണ്ട്. എല്ലാ ദിവസവും അവർ ശ്രദ്ധയിലാണ്. ഇബ്ലീസ് എന്ന് പറയും ശത്രുവിനോട് എതിർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അവർ അർത്ഥം. നമ്മളെ മാതിരിയല്ല, ഗഫലത്തിലില്ല അവർ. തജസ്സുസി അലാ മഅരിഫത്തി മകായിദിഹി വ മസായിദിഹി, അവന്റെ ചതികളും കെണിവലകളും വേട്ടയാടലുകളും എന്തൊക്കെയുണ്ടോ അത് അറിയുക എന്നതിന്റെ കാര്യത്തിലുള്ള ജാസൂസ് രഹസ്യ പ്രവർത്തനം. ഇബ്ലീസിന്റെ ചതികൾ എന്തൊക്കെ വരും, ഏത് വഴിക്കെല്ലാം വരും, അവന്റെ കെണിവല എന്താണ്, അവന്റെ വേട്ടയാടുന്ന കേന്ദ്രങ്ങൾ എവിടെയാണ്, ഇതെല്ലാം അവർ മനസ്സിലാക്കിയെടുക്കും. തജസ്സുസ് ജാസൂസ് പണിയാണ്. അതിനെ തൊട്ടും അവർ അശ്രദ്ധവാന്മാരല്ല, അതും നോക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ രഹസ്യ പരസ്യമായി ഇബ്ലീസിനോട് അവർ മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് സദാസമയം. വാദൽ ഖുലുഖു, എന്നാൽ ഈ പറഞ്ഞ സ്വഭാവം അത് അഗ്ഫലഹുൽ യൗമ, ഇന്ന് ഈ ദിനത്തിൽ ഈ സ്വഭാവത്തെ അശ്രദ്ധമാക്കിയിരിക്കുകയാണ് വാലിബുൻ നാസി, അധിക ജനങ്ങളും. ബഹുഭൂരിഭാഗം ജനങ്ങളും ഇന്ന് അങ്ങനെയാണ് ഉള്ളത് എന്ന് മഹാനായ ഷാരാനി ഇമാമിന്റെ കാലഘട്ടത്തിൽ പറയുമ്പോൾ നമ്മുടെ ഈ നൂറ്റാണ്ട് ഇപ്പൊ എന്താ അവസ്ഥ? വളരെ സത്യമല്ലേ? ഫഇന്ന ഇബ്ലീസ കമാം യഗ്ഫൽ അന്ന, ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇബ്ലീസ് എന്ന് പറയുന്ന ദുഷ്ടൻ നമ്മളെ തൊട്ടൊരു കാര്യത്തിലും അശ്രദ്ധവാനല്ലല്ലോ, എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വയംബഗിലന അല്ലാ നഗ്ഫല അൻഹു, ഇബ്ലീസ് എന്ന് പറയുന്ന ശത്രുവിനെ തൊട്ട് നമ്മളും അശ്രദ്ധവാന്മാരാവാൻ പാടില്ല. അത് അത്യാവശ്യമാണ്. നല്ല ശ്രദ്ധ വേണം. ശത്രുവിനെ എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചിരിക്കണം. ഏത് ഭാഗത്തുനിന്ന് എവിടേക്കുള്ള ശത്രുവിനെന്ന് അറിയില്ല. ആ ഭാഗങ്ങളെല്ലാം നേരിടേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെയാണല്ലോ യോദ്ധാക്കളൊക്കെ ചെയ്യാറ്. എന്നാൽ അശ്രദ്ധ ആവരുത് എന്ന് പറയാൻ കാരണം ഫഇന്നഹു ബിൽ മിർസാദി ഹരീസുൻ അലാ വഖൂഇൽ അബ്ദി ഫീ സഖത്തില്ലാഹി തആല, പടച്ച റബ്ബിന്റെ കോപത്തിലായി അടിമ വീഴണം. അങ്ങനെ അടിമ വീഴുക എന്ന കാര്യത്തിൽ വളരെ ആഗ്രഹവും അലച്ചയുമുള്ള ആളാണ് ഇബ്ലീസ്. അത് അവൻ നിരീക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് നിരീക്ഷിക്കുകയാണ്. അവൻ നമ്മുടെ ശത്രുവാണ് അവനെന്ന ബോധത്തോടുകൂടി അവനോട് പെരുമാറേണ്ടതുണ്ട്. ഹദീസ് പരതാം കൊബിൽ ഹദീസ്, ഈ ഹദീസിലുണ്ടല്ലോ, ഇന്ന ഇബ്ലീസ യളൗ അർശഹു, നിശ്ചയമായും ഇബ്ലീസ് എന്ന് പറയുന്ന രാജൻ, ദുഷ്ടരാജൻ, യളൗ അർശു, അവൻ അവന്റെ സിംഹാസനം വെക്കും, ഫിൽ ബഹരി, സമുദ്രത്തിലെ വെക്കുന്നത്. അവൻ സമുദ്രത്തിലുണ്ടാവാം, അതിന് പറ്റിയ കേന്ദ്രം അതാണല്ലോ. എന്നിട്ട് പോയി ഒരു സുരു സറായാഹുവ ജനൂദഹു, അവന്റെ പട്ടാളക്കാരെയും അവന്റെ അണികളെയും അവൻ പറഞ്ഞയക്കും. അങ്ങനെ അവരൊക്കെ പോയി. അങ്ങനെ മുഖം എന്തഹു മൻസിലത്തൻ, ഈ ദുഷ്ടരാജാവായ ഇബ്ലീസിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനമാനമുള്ളവർ ആരാന്നറിയോ? അയലുമുഖം ഫിത്നത്തൻ ലിന്നാസി, ജനങ്ങളെ ആകെ ഫിത്നയാക്കാൻ ഏറ്റവും വലിയവൻ ആരാണോ ഓൻക്കാണ് ക്രെഡിറ്റ് എന്ന്. ഈ ഒരു ഹദീസ് ഓർമ്മ വേണം നമുക്ക്. ഈ ഓർമ്മയിലാണ് ഈ മഹാരഥന്മാർ ജീവിച്ചിരുന്നത്. വക്കാന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുമായിരുന്നു. എന്താ പറയുന്നത്? നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മൻഷാറാനി കൊണ്ടുവരുന്നു. ബലാന അന്ന ഇബ്ലീസ ലഅനഹുല്ലാഹ്, നിശ്ചയമായിട്ടും റഹ്മത്തിന് ആട്ടിയോടിക്കപ്പെട്ടവനായ ദുഷ്ടനായ ഇബ്ലീസ്. ഖാല, അവൻ പറയുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, റബ്ബിനോട് അവൻ പറയുന്നത്, അമാ തറ ഹുബ്ബ ഇബാദിക ലക, നിനക്കറിയാമല്ലോ, നിനക്ക് കാണാമല്ലോ നിന്റെ അടിയങ്ങൾ നിന്നെ ഇഷ്ടം വെക്കുന്നത് എങ്ങനെ നിനക്കറിയാം. വമഅ ദാലിക, അവർ നിന്നെ ഇഷ്ടം വെക്കുന്നതോടൊപ്പം തന്നെ
യഅ്സൂനക അവർ നിനക്ക് എതിർ പ്രവർത്തിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പക്ഷേ കളവ് പറയുന്നു, കള്ളു കുടിക്കുന്നു, ഇങ്ങനെ നിന്നെ ഇഷ്ടം വെക്കുന്നു, അതോടൊപ്പം നിന്നോട് അവർ എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ ആലോചിച്ച് നോക്കും, അവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്, അധിക ദേഷ്യമുണ്ട്. അത് നിനക്കറിയാം. മാ ഗസലത്തി ത്വായത്തിലും ലീ, എന്നോട് കടുത്ത ദേഷ്യമാണ് അവർ. എന്റെ പേര് കേൾക്കുമ്പോൾ അയലത്തൊക്കെ ചെല്ലും. ഇബ്ലീസിന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യമുള്ളതോടുകൂടി അവർ എനിക്ക് അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേരിൽ വായ കേൾക്കുമ്പോഴും അല്ലാതെ സദസ്സിൽ ഇബ്ലീസ് ലാനത്തുള്ളാഹി എന്ന് പറയും. പക്ഷേ എന്റെ ഇഷ്ടം അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇബ്ലീസിന്റെ പണി എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഫൗഹല്ലാഹു തആല ഇലൽ മലായികത്തി, അപ്പൊ അല്ലാഹു തആല അവന്റെ മലക്കുകളിലേക്ക് വഹി അറിയിച്ചു. ഇന്നി ഖദ് ഗഫർതു ലഹും, എന്താ സന്ദേശം? ഞാൻ ഈ അടിയങ്ങൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. കസറത സിയാനികും ലി, അവർ എനിക്ക് അധികം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റ് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ബി മഹബ്ബത്തികും ലി, അവർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുക എന്നൊരു കാര്യം ഞാൻ നോക്കിയെടുത്തു. അപ്പൊ എനിക്ക് അവരുടെ അലിവ് തോന്നി. എന്നോട് സ്നേഹം അവർക്കുണ്ടല്ലോ മനസ്സിൽ, അതനുസരിച്ച് പ്രവർത്തനം ഉണ്ടല്ലോ. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കടുത്ത തെറ്റുകളും അധിക തെറ്റുകളൊക്കെ ഞാൻ അത് കാരണമായിട്ട് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഇബ്ലീസിന് എതിരായിക്കൊണ്ട് മറുപടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറയട്ടെ, ഇബ്ലീസിന് അവർ അധികം ആരാധിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. ആ അനുസരണത്തെ തൊട്ട് ഞാൻ മാപ്പ് നൽകിയിരിക്കുകയാണ്, വിടുതി ചെയ്തു. എന്തുകൊണ്ട്? അവർക്ക് ഇബ്ലീസിനോട് അധികം ദേഷ്യമാണ്. അപ്പൊ ഇബ്ലീസിനോട് അധികം ദേഷ്യമുണ്ട് എന്നൊരു കാരണം കൊണ്ട് ഇബ്ലീസിനെ അനുസരിക്കുന്നതൊക്കെ അള്ളാഹ് മാപ്പ് ചെയ്തു. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന കാരണം കൊണ്ട് അള്ളാഹുവിന് എതിര് ചെയ്ത എല്ലാ കാര്യവും പുറത്തും കൊടുത്തു. ഇത് അള്ളാഹു തആലാന് ഇഷ്ടമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വഹബ് മുനബ്ബ് എന്നവർ നമ്മെ ഉണർത്തിയത്. അപ്പൊ ഇബ്ലീസിന്റെ നിരീക്ഷണവും അവന്റെ പറച്ചിലും മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. വകാനൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, ഇന്ന ഇബ്ലീസ, നിശ്ചയമായിട്ടും ജന്മശത്രു ഇബ്ലീസ്, ഇദാ വഫിറ മിൻ ഇബ്നി ആദമ, മനുഷ്യനിൽ നിന്ന് അവനെങ്ങാനും വിജയിച്ചാൽ, ബിഇഹ്ദാ സലാത്തിൻ, 3 കാര്യത്തിൽ ഒന്നുകൊണ്ട് വിജയിച്ചാൽ, 3 കാര്യമുള്ളത് വിജയിക്കാൻ, അതിലേതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വിജയിച്ചാൽ, ഫഖാല, അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറയുന്നു, ലാ അത്രു മിൻഹു ഗൈറഹ, 3 കാര്യം എന്റെ ഉദ്ദേശമുള്ളത്, ഇതിലൊന്നുകൊണ്ട് തന്നെ ഞാൻ വിജയിച്ചത് കൊണ്ട് ഇനി മറ്റു 2 കാര്യം എനിക്ക് വേണ്ട. അത്രത്തോളം സന്തോഷമായിരിക്കും ഇബ്ലീസിനുള്ളതെന്നാണ്. അതെന്താണ്? ഇജാബുഹു ബിനഫ്സി, അവന്റെ സ്വന്തം നഫ്സ് കൊണ്ട് ഉജ്ബാവുക, ഞാനാണ് വലിയവൻ, ഞാൻ നല്ലവൻ എന്നൊരു ധാരണ, ചിന്ത, എന്നൊരു ഉൾനടിനം അവനുണ്ടാവുക. വസ്തിഗ്ഫാറുഹു അമലിഹി, അവന്റെ കർമ്മങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക, വേണ്ടാത്തത്. അതുപോലെ വലിസിയാനുഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ മറക്കുക. തെറ്റുകുറ്റം നല്ലോണം ചെയ്യുന്നുണ്ട്, പാപങ്ങൾ മറന്നു പോകുന്നുണ്ട്, അവൻ ഉൾനടിനമുള്ളവനാണ്. ഇതാ 3 കാര്യം. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഞാൻ അവന് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊന്ന് വേണ്ട. അത്രത്തോളം ലാഘവത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇബ്ലീസ്. ഒബിരിവായത്തിൻ, ഒരു റിപ്പോർട്ടിൽ കാണുക, ബിഇഹ്ദാ അർബഈന, 3 അല്ല 4ൽ ഒന്നുകൊണ്ട്. വഹിയ, 4-മത്തത് സിയാദു സബ്അ, വയറ് നിറക്കുക എന്നുള്ളതാണ്. വഹുവ അഅ്ലമുഹ, വയറ് നിറക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം, അതാണ് ഏറ്റവും വലിയത്. കാരണം എന്താ? ഫഇന്ന സലാസത തൻശഉ അൻഹു, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഓൻ എന്തുണ്ടാകും? ഉൾനടിനം തോന്നിപ്പോകും, ഞാൻ വലിയവനാന്നൊരു ആർജവം തോന്നും, ആ ചിന്ത വരും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തെറ്റ് ചെയ്യും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കും. അങ്ങനെ അടിച്ച് പൂസായി നടക്കല് ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. അപ്പം വയറ് നിറച്ച് നല്ലോണം വയറ് നിറച്ച് എല്ലാ വിഭവങ്ങളും കഴിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിനാൽ വരുന്നൊരു അനർത്ഥം ഇബ്ലീസിന് ഇഷ്ടമാവും. ആ ഇഷ്ടമാവുന്നത് ഉണ്ടാവരുത് എന്നാണ് മഹാൻ പറയുന്നത്. വകാന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല മഹാൻ പറയുന്നു, ഇയ്യാകും അൻ ദുആദു ശൈത്വാന ബിൽ അലാനിയത്തി വതുതിഉഹു ബിസ്സിർ,
രഹസ്യമായി ഇബ്ലീസിന് അനുസരിക്കുകയും പരസ്യമായി ശൈത്താന് എതിർക്കുകയും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശൈത്താൻ പരസ്യമായി എതിർപ്പുണ്ട്, പക്ഷെ രഹസ്യമായി അവൻ അനുസരിക്കുന്ന പാടില്ല. കാരണം എന്താ? ഒരു മനുഷ്യൻ തെറ്റുകാരനായി അന്തിയുറങ്ങിയാൽ എന്നാ ഷെയ്ത്താന്റെ പണി എന്താ? അവൻ തെറ്റുകാരനായി ഉറങ്ങിയത് കൊണ്ട് വലിയ മണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്ന അവന്റെ കൂടെ സന്തോഷമായി അവന് പകതുകാര. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്താ? മൊബൈൽ കുത്തിക്കൊണ്ട് നമ്മൾ എന്തെല്ലാം കാണും. ഞാൻ ഇടയ്ക്കേ പറഞ്ഞത്, വേണ്ടതും വേണ്ടതും കാണുന്നു കേൾക്കുന്നു, നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോകുന്നു. ചിലപ്പോൾ നമ്മൾ സുന്നത്ത് നമ്മൾ ഒഴിവാക്കുന്നു, നിസ്കാരം ഒഴിവാക്കുന്നു, ഫറളായതും കടമൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെ തെറ്റുകാരായി മുന്നോട്ട് പോയാൽ അതേ നിലപാട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. നമ്മളെ കൂടെ മണവാളനായി സന്തോഷവനായി കൂടെ കിടക്കുന്നവൻ ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശൈത്താനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് തങ്ങൾ ഇതിലൂടെ ഉണർത്തുന്നത്. ഫഖദ് കാന മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹു തആല, നോക്കൂ ഒരു സംഭവം. ഈ മഹാൻ യഗ്ലിസു ഫിൽ മസ്ജിദ്, രാത്രി പള്ളിയിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഫതമസലഹു ശൈത്താൻ യൗമൻ, ഒരു ദിവസം ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവർ പള്ളിക്ക് പോകുമ്പോൾ ഷൈത്താൻ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ഏത് രൂപത്തിൽ? ഈ സൂറത്ത് ഇൻസാൻ, ഒരു മനുഷ്യ രൂപത്തിൽ. ഷൈത്താൻ ഏത് രൂപത്തിലും വരാലോ. ആ മനുഷ്യകോലത്തിൽ ഷൈത്താൻ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? യഹ്വിലുഹു സിറാജ് ബൈന യദൈഹി, ഈ മഹാൻ ഇങ്ങനെ പോവുകയാണ് ലൈറ്റ് ഇല്ലാതെ ഇരുട്ടത്ത്. അപ്പൊ മഹാന് ലൈറ്റ് കാട്ടി കൊടുത്തുകൊണ്ട് വിളക്ക് കത്തിച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് ഷൈത്താൻ ഇങ്ങനെ മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോ കാലത്ത് ലൈലത്തം ഭാര്യത്തം മുതലിമ, അന്നാണെങ്കിലോ നല്ല തണുപ്പുള്ള രാത്രി, നല്ല കുളിരേകുന്ന രാത്രി, ഇരുട്ടുള്ള രാത്രിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ പോവുകയാണ്. അപ്പൊ അസ്രബത്ത് അലിഹി ഇംറഅത്തും മിൻ ശുബ്ബാക്കിലഹ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾക്കുള്ള വീടിന്റെ കിളിവാതിലൂടെ മഹാനവറുകൾക്ക് വെളിപ്പെട്ടു. അങ്ങനെ കാലത്ത് ആ പെണ്ണ് പറയാണ്, മാ ഖസ ഖൽബ ഹാദ ശാബ്, ഈ യുവാവിന്റെ ഹൃദയത്തെ ഇത്ര അറ്റമാക്കിയ വസ്തു എന്താണ്? യുകല്ലിബു ഹാദ ശൈഖ്, ഈ ഷെയ്ഖിനെ എന്താകുന്നു? ഈ ഷെയ്ഖ് എന്താണെന്നറിയാമോ? കീർത്തിക്കുന്നു. യഅമലഹു സിറാജ ഈ മിസ്ലി ഹാദിഹിൽ ലൈല, ഈ രാത്രി പോലൊത്തതിൽ മഹാന് വിളക്ക് കത്തിച്ച് പ്രകാശം നൽകാൻ വേണ്ടി ചുമക്കുക. ആ ചുമക്കൽ ഈ ഷെയ്ഖ് ഈ യുവാവിനെങ്ങനെ വല്ലാതെ കീർത്തിക്കുന്നുണ്ടല്ലോ, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടല്ലോ എന്നാണ് പെണ്ണ് പറഞ്ഞത്. ഫസമിഅഹ മുഹമ്മദ് ബിൻ വാസി, അപ്പൊ ഈ വാക്ക് മുഹമ്മദ് വാസി തങ്ങൾ കേട്ടു. ഫഖാലഹ, എന്നിട്ട് ആ പെണ്ണിനോട് മുഹമ്മദ് വാസി തങ്ങൾ പറയാണ്, ദഈഹി, നീ അവനെ ഒഴിവാക്കടി പെണ്ണെ. അസ്കാഹുല്ലാഹു തആല, അല്ലാഹു പരാജയപ്പെടുത്തിയവനാണ് ഇവൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ അവന്റെ കാര്യം ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫഅറഫ ഇബ്ലീസ്, അപ്പൊ ഇബ്ലീസ് അറിഞ്ഞു, അന്നഹു അറഫഹു, ഞാൻ ഇബ്ലീസാണെന്ന കാര്യം ഈ പറയുന്ന മുഹമ്മദ് എന്നവർക്ക് മനസ്സിലായി എന്ന്. ആ നിമിഷം മുതൽ ഫഅത്ബ അസ്സിറാജ വഹറബ, വിളക്ക് കെടുത്തി ലൈറ്റ് ഒന്നും കൊടുത്തില്ല, അവൻ ഓടിപ്പോയി. ഇതിനെന്താ മനസ്സിലായത്? മുഹമ്മദ് എന്ന് പറയുന്ന മഹാനവറുകൾ പള്ളിക്ക് പോകുമ്പോ മനുഷ്യകോലത്തിൽ ലൈറ്റ് അടിച്ച് വിളക്ക് കത്തിച്ച് ഇബ്ലീസ് ശൈത്താൻ വന്നു. അങ്ങനെ ഇബ്ലീസ് വന്നപ്പോ ആ ഇബ്ലീസാണ് എന്നത് ഇബ്ലീസ് അപ്പൊ മനസ്സിലായില്ല, പക്ഷെ മഹാന് മനസ്സിലായി. ഈ പെൺകുട്ടി കാരണമാണ് മഹാന വർത്താനം പറഞ്ഞ, അല്ലെങ്കിൽ മിണ്ടൂലായി അവൻ വിളക്കും കത്തിച്ചാൻ നടന്നുണ്ട്. അവന്റെ അർത്ഥം എന്താണ്? അള്ളാനെ പേടി ജീവിക്കുന്ന മഹാരഥന്മാരായ ആളുകൾ, അവർക്ക് അവരുടെ ശത്രുവായ ഇബ്ലീസ് തന്നെ ഉപകാരം ചെയ്തു കൊടുത്തിരിക്കും. പഴപ്പിക്കാൻ വന്നാലും പഴപ്പിക്കാൻ കഴിയുകയില്ല, അവരങ്ങനെ ഹിദ്മത്തെടുക്കും. പക്ഷെ മഹാന്മാരായ ആളുകൾക്കറിയാൻ വന്ന ശൈത്താനാണ് എന്ന്. ഇങ്ങനെയൊക്കെയാണ് ഇവന്റെ കളികൾ. ഫഖദ് ബലഗന അന്ന ഇബ്ലീസ ലഅനഹുല്ലാഹു തആല ദഖല അലൽ ജുനൈദ് റഹിമഹുല്ലാഹു തആല, സൂഫിയൊക്കെ നേതാവല്ലേ ജുനൈദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജുനൈദ് റളിയല്ലാഹു തആല അനുവിന്റെ അടുത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി വന്നു. ഇവർ ഞങ്ങൾക്ക് കിട്ടി. എങ്ങനെ വന്നു? ഈ സൂറത്ത് ഇൻസാൻ, ഒരു മനുഷ്യരൂപത്തിലാണ് വന്നത്. വാലഹി മിർക്കഅത്തുൻ, ഈ മനുഷ്യകോലത്തിൽ വന്ന പിശാചി ഇബ്ലീസ്, അവന്റെ മേലെ കുറെ കഷ്ണം വെച്ച ഒരു വസ്ത്രമുണ്ട്, പാവപ്പെട്ട രൂപത്തിലോ വന്നിരിക്കുന്നത്. ഒബിയുനക്കി സബ്ഹത്ത്, അവന്റെ കൈത്തിൽ ഇറങ്ങി തസ്ബീമാലയും ഉണ്ട്.
ഒബി വസ്തുഹി അവന്റെ അരയില് മിന്തഖത്തുൻ ഒരപ്പട്ടയുമുണ്ട്. അല ശക്കിലി ഖുദ്ദാമിൽ മശായിഖി അള്ളാഹു തആലാന്റെ ഇട്ടക്കാരായ മശായിഖന്മാർ, ഗുരുനാഥന്മാർ, അവർക്ക് സേവനം ചെയ്യുക എന്ന രൂപത്തിൽ ഇങ്ങനെ ആൾക്കാർ വരാറുണ്ട്. അതുപോലെയാണ് ഈ കോലം കെട്ടി വന്നത് ഇബ്ലീസ്. ഇബ്ലീസിന് പല കോലം കെട്ടാലോ, പല കോലം കെട്ടിയെന്ന് ലോകത്ത് കാണാൻ ഇബ്ലീസിന്റെ പണിയാണ്. അപ്പൊ ഖാലുഹു എന്നിട്ട് വന്നിട്ട് പറയാണ് ജുനൈദ് റളിയല്ലാഹു അൻഹുവിനോട്, യാ സയ്യിദി ഇന്നി അഹ്ബബ്തു അൻ അഖ്ദിമക, ഞാൻ താങ്കൾക്ക് സേവനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എന്റെ നേതാവിനെ തന്നെ വിളിച്ചു പറഞ്ഞു. എന്തിന്? അല്ല അൻ തുനാലനി ബർക്കത്തുക, നിങ്ങളെ ബർക്കത്ത് എനിക്ക് കിട്ടും, അങ്ങനെ ബർക്കത്ത് എനിക്ക് എത്തും. അത് എത്തുക എന്നൊരു കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഖിദ്മത്ത് എടുക്കട്ടെ എന്ന് മനുഷ്യകോലത്തിൽ ഖാദിമായിക്കൊണ്ട് രൂപാന്തരപ്പെട്ടത് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അവൻ എന്താണെന്നറിയാമോ, ഇബ്ലീസ് ജുനൈദ് റളിയല്ലാഹു അൻഹു സേവ ചെയ്തുകൊണ്ടേയിരുന്നു. വല്ലിയഹു അദ്ദേഹത്തിന് വേണ്ട ഒന്നുവിനെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു. 20 സന ഒരു 20 കൊല്ലക്കാലം ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഫലം യജിദു ലഹു അലൈഹി ത്വരീഖൻ യദ്ഖുലു ഇലൈഹി മിൻഹാ ഫീ വഖ്തിൽ ഔഖാത്തി, ഏതെങ്കിലും ഒരു ടൈമിൽ കടന്നു ചെല്ലാൻ പറ്റുന്നൊരു വഴി അവന് കിട്ടിയില്ല. അതായത് മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു തരിപ്പണമാക്കണം, അതിനും കൂടിയിരിക്കണം, പഠിപ്പിക്കാൻ പറ്റുന്ന റൂട്ട് അവന് കിട്ടണില്ല. അങ്ങനെ കേവലം റാദൽ ഇൻസിറാബ്, അപ്പോൾ ഇബ്ലീസ് അതിന് സാധ്യമല്ല എന്ന് കണ്ടപ്പോ ഓൻ കരുതി രക്ഷപ്പെടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയപ്പോ ഓനോട് പോകാൻ തീരുമാനിച്ചു. ഖാലഹു, അപ്പൊ പിന്നെ ജുനൈദ് റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു, ജുനൈദ് റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഈ ഖാദിമായി രൂപാന്തരപ്പെട്ട ഇബ്ലീസ് ചോദിച്ചു, അമാ താരിഫുനി, നിങ്ങൾ എന്നെ അറിയോന്ന് ചോദിച്ചു. വഖാലഹു ജുനൈദ് റളിയല്ലാഹു അൻഹു, അപ്പൊ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു, ഇബ്ലീസിനോട് പറഞ്ഞു, ബല അതെ ഞാൻ അറിഞ്ഞു, കത് അറബ്തുക നിശ്ചയമായിട്ട് നിന്നെ അറിഞ്ഞിട്ടുണ്ട്, ഫി അവ്വലി ദുഖൂലിക അലയ്യ, നീ എന്റെ അടുത്ത് വന്ന ആദ്യ ദിനം തന്നെ ഈ വന്ന ആൾ നല്ലോയല്ല ഇബ്ലീസാണെന്ന് എനിക്കറിയാതെ എന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്കറിയാം. അങ്ങനെ ഇന്നക്ക നിശ്ചയമായിട്ടും നീ അബൂമുറത്ത് ഇബ്ലീസ്, നീ അബൂമുറത്തിന്റെ പിതാവായ ഇബ്ലീസ് അല്ലേ നീ ചോദിച്ചു. ഫഖാലഹു ഇബ്ലീസ്, ഇത് പറഞ്ഞപ്പോൾ ജുനൈദ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, മാ റഅയ്തു അഹദൻ അലാ ഖദമിക യാ അബൽ ഖാസിം, അബുൽ ഖാസിം നിങ്ങളുടെ അതേ കാലടിപ്പാടനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളല്ലാതെ എന്നും പറഞ്ഞു. ഫഖാലഹു ജുനൈദ്, അപ്പൊ പിന്നെ ജുനൈദ് റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു, ഇദ്ഹബ് അന്നി, നീ എന്നെ തൊട്ട് പോയിക്കോ, യാ മൽഊനെ, അറത്തു ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാ തുഫാരിഖനി, നീ എന്നോട് വിട്ടുപിരിയാതിരിക്കലാണ്, എല്ലാ വിഷയം ഒരു വസ്തു കൊണ്ടല്ലാതെ. എങ്ങനത്തെ വസ്തു? തുത്തില്ലഹു ബിഹി ദീനി, അതുകൊണ്ട് എന്റെ മതം നീ തുത്തില്ലഹു ബിഹി ദീനി, ആ ഒരു കാര്യം കൊണ്ട് നീ എന്റെ ദീൻ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്ന വല്ലൊരു വസ്തു ഉണ്ട്, ആ വസ്തു കൊണ്ടല്ലാതെ നീ എന്നോട് വിട്ടുപിരിയാൻ പാടില്ല. ഹാലി, അത് എന്റെ ഈ അവസ്ഥ കണ്ട് നീ ഉൾനടിനം നടിക്കലാണ്. എന്റെ അവസ്ഥ നോക്കാം, ഇത് കണ്ടുകൊണ്ടായിരിക്കണം നീ അത്ഭുതപ്പെട്ടു പോകേണ്ടത്, നീ അത്ഭുതപ്പെട്ടുള്ള. അങ്ങനെ ഇബ്ലീസിനെ മലർത്തിയടിച്ച മഹാനാണ് ജുനൈദ് റളിയല്ലാഹു അൻഹു. വഖദ് കാന മുഹമ്മദ് ബിൻ വാസിർ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, കുല്ല യൗമിൻ ബഅദ സുബ്ഹി, എല്ലാ സുബ്ഹി നമസ്കാരത്തിന് ശേഷം എല്ലാ പകലിലും ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നക സലത്ത അലൈനാ അദുവൻ ലനാ ബസീറൻ ബിഉയൂനിനാ വയൂബിനാ മുത്ലിഅൻ അലാ ഔറാത്തിനാ യറാനാ ഹുവ വഖബീലുഹു മിന്നാ ലാ നറാഹു അല്ലാഹുമ്മ വഅയ്സിഹി മിന്നാ കമാ യസ്തഹു മിൻ റഹ്മതിക വഖന്നതുഹു മിന്നാ കമാ ഖനതഹു മിന്നാ കമാ ഖനതഹു വഖാനിതുഹു.
وما قنطهم من نحوك وباعد بيننا وبينه كما باعدت بينه وبين مغفرتك وجنتك إنك على كل شيء قدير. ഇതാണ് പദുആ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക നിശ്ചയമായിട്ടും നീ സല്ലത്താലീനാദുവല്ലനാ ഞങ്ങൾക്കുള്ള ശത്രുവിനെ ഞങ്ങളെ മേൽ നീ അധികാരം നടത്തിയിരിക്കുന്നു. ബസീറം ഒയ്യൂബിന ഞങ്ങൾ ന്യൂനതകൾ കൊണ്ട് കാണുന്നവനെ, മുത്തിലാനാറാത്തിന ഞങ്ങൾ രഹസ്യത്തിന്റെ മേലും നഗ്നതയുടെ മേലും വെളിപ്പെടുന്നവനെ, യവാന അവൻ കബീലും അവനും അവന്റെ ഗോത്രവും ഞങ്ങളെ കാണുന്നുണ്ട്. മിന്ന ഇസ്ലാഹു ഞങ്ങൾക്ക് അവനെ കാണാൻ സാധ്യമല്ല. അല്ലാഹുമ്മ അല്ലാഹുവേ മിന്ന ഞങ്ങളെ തൊട്ട് നീ അവനെ ആശമുറിക്ക്. അഹമത്തിക്ക നിന്റെ അനുഗ്രഹത്തെ തൊട്ട് നീ അവൻ ആശമുറിച്ചതുപോലെ ഞങ്ങളെ തൊട്ട് നീ അവനെ എന്താക്കണം, നിരാശപ്പെടുത്തല്ല. നിന്റെ അവിവരെ തൊട്ട് നീ അവനെ നിരാശപ്പെടുത്തിയതുപോലെ നീ അവനെന്താക്ക്, നിശാരപ്പെടുത്ത് ഞങ്ങളെ തൊട്ട് അവനെ. ബൈനഹു അവന്റെ ഞങ്ങൾക്കും നീ അകറ്റണം. കമാബാത്ത ബൈനഹു ബൈനമായി പുറത്തിക്ക വജന്നത്തിക്ക നിന്റെ സ്വർഗം നിന്റെ മാഫറത്ത് ഇതിന്റെയും അവന്റെയും ഇടയിൽ എത്രയോ അകലമുണ്ട്, അതുപോലെ അകലാക്കിക്കൊണ്ടാ. ഇന്നകാല ഗുൽഷയും ഖദീർ എല്ലാ വസ്തുക്കളുമേലും കഴിവുള്ളവരാണ് പടച്ചവനെ നീ എന്ന് ബഹുമാനപ്പെട്ടവർ ദ്വാരക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവർ ദ്വാരീച്ചു. അതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. കാല മഹാൻ പറയാ, അങ്ങനെ വദമസ്സലഹു ഇബ്ലീസ് യൗമൻ ഒരു ദിവസം ഇബ്ലീസ് അദ്ദേഹത്തിന് രൂപാന്തരപ്പെട്ടു. അങ്ങനെ വഖാലഹു അദ്ദേഹത്തോട് ഇബ്ലീസ് പറയാ, മുഹമ്മദ് ലാ തുഅല്ലിം ആദ ദുആ ലിഅഹദിൻ ഒരാൾക്കും ഈ ദുആ നീ പഠിപ്പിച്ചു കൊടുക്കല്ലേ. ഒരിക്കലും താങ്കളിലേക്ക് മോശമായ കാര്യമായി ഞാൻ മടങ്ങി വരൂല. വഖാലഹു മുഹമ്മദ് ഇത് പറഞ്ഞപ്പോ മുഹമ്മദ് ഇബ്ലീസിനോട് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലാ അംനഉ മിൻ അഹദിൻ ഒരാളെയും അവനെ ഞാൻ തടയൂല. വസ്ന അൻത മാ ശിഅത നീ ഉദ്ദേശിച്ചത് അത് ചെയ്തോ, നിങ്ങൾക്ക് ഉത്തരവാദമില്ല, ഞാൻ ഏറ്റെടുക്കൂല, ഞാൻ അറിയില്ല എന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇബ്ലീസ് നേരെ കണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ മഹാന്മാരുടെ മുന്നിൽ ഇബ്ലീസ് തോറ്റുപോയിട്ടുണ്ട്. കാല ഫഖദ് തറഅ യൗമൻ ഇബ്ലീസ് ലഅനഹുല്ലാഹ് ഒരിക്കൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈസാ അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമുമായി എന്തായി മുറാത്ത് നടത്തി കാഴ്ച കണ്ടുകൊട്ടി. ഫഖാലഹു ഈസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് ചോദിക്കുകയാണ്, യാ റൂഹല്ലാഹ് അല്ലാഹുവിന്റെ റൂഹേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് പറഞ്ഞു. ആര്? ഇബ്ലീസ് ഈസാ നബി അലൈഹിസ്സലാമിനോട്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കലിമത്തു ഹഖ് അഖൂലുഹു ഹഖിന്റെ വചനം ഞാൻ പറയാം, അതിന് കുഴപ്പമില്ല, ഹഖിന്റെ വചനമാണ് ഈ പറഞ്ഞത്, ഞാൻ പറയും. എങ്കിലും ലാലി ഖൗലിക ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖായിരിക്കെ നീ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയില്ല. അവിടെ ഇബ്ലീസിനെ സിഫാക്കി വിട്ടു. ഖാല സയ്യിദി അലിയുൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല മഹാൻ പറയുന്നു, അറാദ ഇബ്ലീസു ബിദാലിക ഈ പറഞ്ഞത് കൊണ്ട് ഇബ്ലീസ് ഉദ്ദേശിച്ചു അയ്യകൂന ഈസാ തിൽമീദൻ ലഹു ബി കലിമതി തൗഹീദ് തൗഹീദിന്റെ ഏകത്വ വചനം പഠിപ്പിക്കുന്നതിൽ ഈ ഇബ്ലീസിന്റെ ശിഷ്യനായിട്ട് ആയി വരണം, ഈസാ നബി വരണം, അതായിരുന്നു അവന്റെ ഉദ്ദേശം എന്ന്. ഫലം യഫ്അൽ ഈസാ അലൈഹിസ്സലാം അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അത് ചെയ്തില്ല. മനഅതുൽ ഇസ്മത്തു മഹാനവറുകളെ പ്രവാചകന്മാർക്ക് നൽകുന്ന ഇസ്മത്ത് എന്ന് പറയുന്ന പ്രധാന സ്ഥാനമുണ്ട്, അതവർ തടഞ്ഞു നിർത്തിയില്ല. അപ്പൊ ഇബ്ലീസ് എല്ലാവരും ചെന്നിട്ടുണ്ട്. ഫകാന കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു മഹാൻ പറയുന്നു, ദിക്റുല്ലാഹി തആല ഫി ജംബി ശൈത്താൻ ശൈത്താന്റെ ഭാഗത്ത് അല്ലാഹനെ ഓർക്കാന്നുള്ളത് കൽ അഖിലത്തി ഫി ജംബി ബിനി ആദമ മനുഷ്യന്റെ ഭാഗത്തുള്ള ഭക്ഷണം പോലെയാണ്. എന്താ മനുഷ്യന്റെ അടുത്ത് വെച്ചതായിരിക്കുന്ന ഭക്ഷണവും ബിസ്മി ചൊല്ലുക കഴിയൂലേ എന്നതുപോലെ ശൈത്താന്റെ ഭാഗത്തേക്ക് ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ ശൈത്താൻ ഒന്ന് ആട്ടി തവിട് പൊടിയായി പോകുന്ന അർത്ഥം.
അപ്പൊ അവനെ ആട്ടി ഓടിക്കാനുള്ള മാർഗം അങ്ങനെയാണ്. ഫക്കാന അബ്ദുൽ അസീസ് ബിനു അബി റവാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലഖദ് ഹജ്ജസ്തു 60 ഹജ്ജ, ഞാൻ 60 ഹജ്ജൊക്കെ ചെയ്തു. വഅമിൽതു അഅമാലൻ കസീറത്തൻ മിനൽ ഖുർബാത്തി, ആരാധനയിൽ നിന്ന് ഒരുപാട് ആരാധന ചെയ്തു. വമാദാലിക, അതോടുകൂടെ വമാ ഹാസബതു നഫ്സി ഖത്തു, എന്റെ സ്വന്തം ശരീരത്തെ ഞാൻ വിചാരണ നടത്തിയിട്ടില്ല. ഇല്ലാ വജത്തു നസീബ ശൈത്വാനി മിൻ ദാലിക അഖ്വ മിൻ നസീബി റബ്ബി അസ്സ വജല്ല. ഈ കണ്ട ആരാധനകളിൽ നിന്നൊക്കെ ഞാൻ വിചാരണ നടത്തി നോക്കുമ്പോ എന്റെ റബ്ബിന്റെ നസീബിനേക്കാൾ ഏറ്റവും ശക്തമായിട്ട് കിട്ടിയത് ഇബ്ലീസിന്റെ നേട്ടമായിട്ട് ഞാൻ കണ്ടത്. അതാണ് വന്നത്. അതുകൊണ്ട് വലൈതനി ഖറജതു മിനദ്ദുനിയ കഫാഫൻ ലാ അല വലാ ലി, എനിക്ക് ഗുണമായിട്ടുമില്ല എന്റെ മേലിൽ കേടായിട്ടുമില്ലാത്ത വിധം ദുനിയാവിൽ ഞാൻ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നേനേ എന്നാണ് മഹാൻ കൊതിച്ചു പോയത്. നോക്കുകള്, ഇത്രയൊക്കെ ആരാധന ചെയ്തിട്ടും നിരന്തരം പ്രവർത്തിച്ചിട്ടും ഇബ്ലീസിന്റെ ഭാഗത്തേക്കുള്ള ഗുണം അവന്റെ വിഹിതമാണ് മികച്ചു നിന്നത് എന്നാണ് മഹാൻ മനസ്സിലാക്കിയടങ്ങാറായത്. വകാന സുഫിയാനി സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇയ്യാകും വഖൗഫൽ ഫഖീരീന, നിങ്ങൾ ദാരിദ്ര്യത്തെയും നിങ്ങളും പേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചോളെ. ദാരിദ്ര്യം വന്ന് പേടിച്ച അപകടമാണ്. കാരണം ഫൈന്നഹു ലൈസ ലിശ്ശൈത്വാനി സിലാഹുൻ യുഖാതിലു ബിഹി ഇബ്ന ആദമ അശദ്ദ മിൻ ഖൗഫിൽ ഫഖറാന, മനുഷ്യ മക്കളോട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം ഇബ്ലീസിനുള്ളത് ദാരിദ്ര്യത്തെ ഒരു മനുഷ്യൻ ഭയക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ കടുത്ത ഒരു ആയുധം വേറെ ഇബ്ലീസിനില്ലാന്ന്. ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം പേടിക്കുന്നത് കണ്ട് അത് മുതലെടുക്കുക, അതാണ് ആയുധം. എന്താ അങ്ങനെ പറയാൻ കാരണം, ഇതാ ഖാവൽ ഫഖറ, ദാരിദ്ര്യം അവൻ ഭയന്നാൽ അഖദ മിനൽ ബാത്തിലി, വേണ്ടാത്തത് അവൻ പിടിച്ചെടുക്കും. ആ പട്ടിണി മാറ്റാൻ അനധികൃതമായി സ്വത്ത് എടുക്കും. ഹക്കവൻ തടയും. അവന്റെ ഇഷ്ടത്തിനൊത്ത് അങ്ങനെ സംസാരിക്കും. റബ്ബിഹി, അവൻ റബ്ബിനെ പറ്റി ചിന്തിക്കും. സുഅല്ലി, മോശമായ ചിന്ത. അങ്ങനെ പോലെ അഫിയകുല്ലസ്, എല്ലാവിധ മോശത്തരം കൊണ്ട് അള്ളാഹുമായി അവൻ കണ്ടുമുട്ടേണ്ടി വരും. ഇപ്പൊ ദാരിദ്ര്യം ഭയക്കണ്ട, അതല്ല, ദാരിദ്ര്യം പേച്ചു കഴിഞ്ഞാൽ അവനുടെ ഇബ്ലീസ് വരും, ഷീപ്പാക്കും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, മിൻ നിഅമില്ലാഹി അലയ്യ, അള്ളാഹ് എന്റെ മേൽ അനുഗ്രഹം ചെയ്ത് തന്നതിൽപ്പെട്ടതാണ് എന്ത്, അന്നീമാ ഫറർതു മിനൽ ഫഖീ ഖത്തു, ദാരിദ്ര്യത്തോട്ട് ഒരിക്കലും ഞാൻ ഓടിപ്പോയിട്ടില്ല, ഞാൻ പേടിച്ചിട്ടില്ല എന്നർത്ഥം. അത് ഏറ്റവും വലിയ ഗുണം. അപ്പൊ കാനൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മാ ഖത്അ ലഹ്റ ഇബ്ലീസ്, ഇബ്ലീസിന്റെ മുതുവിനെ മുറിച്ചു കളഞ്ഞിട്ടില്ല, പൊട്ടിച്ചു വിട്ടിട്ടില്ല. ഷൈഉൻ മിസ്ലു മൻ അഹ്സന അമലുഹു, ഒരുത്തൻ നല്ല രീതിയിൽ അമൽ ചെയ്തു, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്തു, അങ്ങനത്തെ ഒരുത്തനെ പോലത്തെ വല്ല വസ്തുണ്ട്, അതാണ് ഇബ്ലീസിനെ മുട്ടുവിട്ടിച്ച് മറന്നില്ല. വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറഞ്ഞല്ലോ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്ന് ആരാണ് അമല് ശരിക്ക് ചെയ്യുക ഇഖ്ലാസോടുകൂടെ, അതാണ് അള്ളാഹ് പരീക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചതിനോടത്ത് അഹ്സന അമല എന്ന് പറഞ്ഞു. വലം യഖുൽ, അള്ളാഹ് പറഞ്ഞിട്ടില്ല അക്സറ അമൽ, അമല് അധികരിപ്പിച്ചവൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇഖ്ലാസോടുള്ള അമലാണ് വേണ്ടത്, അതുണ്ടെങ്കിൽ വിജയിച്ചു എന്നർത്ഥം. വകാന റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, തങ്ങൾ പറയാണ്, ഇദാ ബലഗൽ അബ്ദു 40 സന, 40 കൊല്ലക്കാലം ജീവിച്ചൊരടിമ, വലൻ യതുബു മിൻ ജമീഇൽ മആസി വദ്ദുനൂബി, അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റവും പാപങ്ങളും ഇതേ തൊട്ടല്ല അവൻ പശ്ചാത്തപിച്ചതുമില്ല, 40 എത്തും ചെയ്തു. എന്നാൽ മസഖ ശൈത്താനു ബിയദിഹി, തന്റെ കൈ കൊണ്ട് പിശാചിനെ തടവും. അലാ ജബുഹത്തി, ഈ 40 വയസ്സ് കഴിച്ചിട്ടും തൗബ ചെയ്യാത്ത മനുഷ്യനെ നെറ്റിത്തിറങ്ങിനെ തടവും. ഉടുവക്കാല, അവൻ പറയും, ഫദൈത വജ്ഹൻ, നീ നിന്റെ മുഖം ദാനം ചെയ്തിരിക്കുകയാണല്ലോ, എന്ന് ഇബ്ലീസ് പറയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുത്തൻ ലായഫ്ലഹു, അവൻ വിജയിക്കുമോ? ഇല്ല, അവൻ അപകടത്തിലേക്കാണ് പോയത്. ഒൽത്തു, ഞാൻ പറയുന്നു, അയ്യുദാലിക, ഈ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മാ റവാഹു തുബ്രാനിയും മർഫുഅൻ, തുബ്രാനി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് റസൂലുള്ളാഹിയിലേക്ക് എത്തിച്ച് മർഫുവാക്കിയിട്ടുണ്ട്. എന്താ ഹദീസ്? മൻ ബലഗ 40 സനത്തൻ,
വലം യഗ്ലിബ് ഖൈറുഹു ശർറഹു ഫല്യതബവ്വ മഖഅദഹു എന്നാണ്. 40 തികഞ്ഞ ഒരാള് അദ്ദേഹത്തിന്റെ ആ 40 വയസ്സിലുള്ളതായ ഗുണം അദ്ദേഹം ചെയ്തു വെച്ച ഷെറിന് മികച്ചിട്ടില്ല. അപ്പൊ ഖൈറ് കുറഞ്ഞു, ഷെറ് മികച്ചു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ഫല്യതബവ്വ മഖഅദഹു എന്നാണ്. അവന് ഇരിപ്പിടത്തിൽ ഒരു ഇരിപ്പിടം റെഡിയാക്കി കൊള്ളട്ടെ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർഫൂആക്കിയിട്ട് ഒരു സബറ റിപ്പോർട്ട് ഹദീസിൽ കാണുന്നുണ്ട്. അതാണ് കാര്യം. വകാന മുജാഹിദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയാണ്, ലൈസ ഇൻദി ഷൈഉൻ, എന്റെ അടുക്കലൊന്നുമില്ല. എന്ത്? അഖ്താ ലില്ലഹിരി ഇബ്ലീസ, ഇബ്ലീസിനെ എന്താ അവന്റെ മുതുകിനത് മുറിച്ചു കളയും. അങ്ങനെ മുറിച്ചു കളയാൻ പറ്റിയൊരു വസ്തുവില്ല. ഇന്ദൻ നുക്ബത്തി വൽ ഉഷ്റത്ത്, നുക്ബത്ത് ഉഷ്റത്ത് എന്നീ സന്ദർഭങ്ങൾ. അതെന്താ പിന്നെ പറയണം, എന്താ നുക്ബത്ത് ഉഷ്റത്ത് നോക്കാം. എന്തായാലും വേണ്ടല്ല, ഇബ്ലീസിന്റെ മുതുക് പൊട്ടിക്കാൻ ഏറ്റവും നല്ലത് മിസ്ലു ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലത്തെ വാക്കല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് എന്തുകൊണ്ട് അന്നക്ക നിശ്ചയമായിട്ടും നീ ഇദാ ലഅൻതഹു, നീ അവനെ ശപിച്ചാൽ, ലം യതഅസ്സലിദാലിക, നീ അങ്ങനെ ശപിച്ചു എന്നതുകൊണ്ടൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല. വഇന്നമാ യഖൂലു, അപ്പോൾ നിശ്ചയമായിട്ടും പറയും, ലഅൻത മൽഅനൻ, എന്താണ് ശപിക്കേണ്ടവന് നീ ശപിച്ചു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അദ്ദേഹം പറയുള്ളൂ. ഏറ്റവും നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്, വേറൊന്നും പറയാനില്ല. വകാന സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഇന്ന ഇബ്ലീസ, നിശ്ചയമായിട്ടും ഇബ്ലീസ്, ലഹു അവനുണ്ട് 360 സഖൻ, അവന് 360 രേഖകളുണ്ട്. ഫീഹ, ആ രേഖകളിലെല്ലാം ഉറൂറുഹുമക്കായുധു, അവന്റെ ചതികൾ വഞ്ചനകൾ രേഖപ്പെടുത്തി വെച്ചു. അങ്ങനത്തെ 360 രേഖ. ഈ ബനി ആദം, മനുഷ്യരെ കൊണ്ട് ചെയ്യുന്ന അനർത്ഥങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചതികളും വഞ്ചനകളൊക്കെ അതിലുണ്ട്. ഫലാബുദ്ധ കുല്ലയോമേ, അപ്പൊ എല്ലാ ദിവസവും കൂടാതെ കഴിയൂല. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ മേല് ആ 360 അവൻ വെളിപ്പെടുത്തും. വാഹിദൻ ഭേദവായി ഓരോരുത്തരും ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതവന്റെ പണിയാണ്. വക്കാന മുഹമ്മദ് ബിൻ സീരീൻ, അവർ ഇക്കാളാക്കി വെച്ചു രേഖയിൽ അതൊക്കെ ചെയ്തർത്ഥം. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ലൈസൽ ഇബ്ലീസ, ഇബ്ലീസിന് ഇല്ലല്ലോ ഖൈദുൻ അഅ്ലമു മിൻ റുയത്തിൽ അബിദിൻ നഫ്സുഹു അലാ ഇഖ്വാനിഹി, തന്റെ സ്വന്തം ശരീരം മറ്റുള്ള സഹോദരന്മാരെക്കാളും നല്ലതാണെന്നൊരു കാഴ്ചപ്പാട് ഒരു ഉൾനടിനത്തോടുകൂടെ ആര് കണ്ടു? ഒരു അടിമ കണ്ടു. അങ്ങനെ അഹങ്കാരത്തോടെ കണ്ടാൽ അതിനേക്കാൾ വലിയൊരു ചതി ഇബ്ലീസിനില്ല. അതാണ് ഇബ്ലീസ് കാട്ടിയ പണി. സ്വന്തം ശരീരം വലുതായിട്ട് കാണുക, മറ്റുള്ളവരൊക്കെ ചെറുതാക്കിയിട്ട്. അങ്ങനെ വൈന്നവും ഇതാ മാത്താലാ നാലിക്ക, ഓൻ അതേ രീതിയിൽ മരിച്ചാലോ, ഓ റബ്ബുഹു സാഹിബൻ, എത്തരത്തിൽ റബ്ബ് അലി അവന്റെ മേൽ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മരിച്ചാൽ മാലിഹി, അവൻ ചെയ്ത കർമ്മങ്ങൾ ഒന്നും അവന് ഉപകാരം ചെയ്യൂല. ഇത് മനസ്സിലാക്കേണ്ടതാണ്. വഖദ്കാന മൈമൂൻ ബിൻ മഹ്റാൻ റഹിമഹുല്ലാഹു തആല യഖൂലു, മാൻ പറയുന്നു, ലൗ അഖാമനില്ലാഹു അസ്സ വജല്ല ബൈന യദൈഹി, അല്ലാഹ് അവന്റെ മുന്നിൽ എന്നെ നിർത്തുകയാണെങ്കിൽ, ഇവിടെ വഖാലൻ ചോദിക്കുകയും ചെയ്തു, എഴുത്തിനി ബി സജദത്തിൻ വായിദത്തിൻ, നീ ഒറ്റ സുജൂദിന് കൊണ്ടുപോയി എനിക്ക്, ലാ ഹല്ല അലിൻ നഫ്സി അവി ശൈത്താനി ഫീഹ, ആ സുജൂദിൽ ഷെയ്ത്താൻ ഒരു വിഹിതമല്ല, നിന്റെ ശരീരത്തിന് വിഹിതമില്ല, ആ നിലക്ക് കൊണ്ടുപോകാൻ. എന്നാൽ ലഉദ്ഖിലക ബിഹാ അൽ ജന്നത്ത്, അത് കാരണം നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ അല്ലാഹു തആല ചോദിച്ചാൽ ലഖുൽതു ലഹു, ഞാൻ റബ്ബിനോട് പറയും, യാ റബ്ബി ലാ അജിദാനക, അങ്ങനെ ഒരു നിബന്ധന പ്രകാരമുള്ള സുജൂദ് എനിക്ക് കിട്ടാൻ കഴിയൂല. ഇതായിരുന്നു മഹാന്മാരുടെ നീതി. ഫതറബ് യാ അഖി ലിനഫ്സിക, എന്റെ സഹോദര, നിന്റെ സ്വന്തം നഫ്സിലേക്ക് നീ ഉണര്. വ ഇയ്യാക, നിന്നെ നീ സൂക്ഷിച്ചത്, ആൻ തളുന്ന അന്ന ഇബ്ലീസ ഇൻഖതഅൻക, ഇബ്ലീസ് നിന്നെ തൊട്ട് മുറിഞ്ഞു പോയി എന്നൊരു ധാരണ വെക്കണ്ട. ഹീന തറ തവാലിയ ഇബാദത്തിക, നിന്റെ ഇബാദത്തിനെ തുടരെ കാണുന്ന സമയത്ത്, നീ കാണുന്ന സമയം, ആ സന്ദർഭത്തിൽ അവനെന്താവുകയില്ല, നിന്നെ തൊട്ട് മുറിഞ്ഞു പോകൂല, മുറിഞ്ഞു പോകും എന്ന വിചാരം വേണ്ട. ബൽ പിന്നെയോ ഉള്ളർവീഹ, ആ ഇബാദത്തിൽ നിന്ന് ആലോചിക്കുക,
എല്ലാവിധ ചർച്ചയും നടത്തി നോക്കി, എന്നിട്ട് മതി എല്ലാം. അങ്ങനെ ജന്മസത്വമായി ഇബ്ലീസുമായുള്ള പോരാട്ടമാണ് മഹാന്മാരുടെ മറ്റൊരു സ്വഭാവം. അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ആ ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.